നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കരുത്, നിങ്ങൾ ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം, സൽപ്രവർത്തിയിൽ സുഷ്ടാന്തിയുള്ളവരായിരിക്കണം. മാത്രമല്ല നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം. പ്രിയ ദൈവജനമേ, ഈ കൺവെൻഷന്റെ 1-ാം ദിവസം പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയുവാനുള്ളത്, ഹല്ലേലൂയ, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്ന ദിവസങ്ങളാണ്. ഉടവാരകനകരകഥ. അങ്ങനെയെങ്കിൽ നീ ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിനക്ക് സാധിക്കുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു വന്നിട്ട് വീണ്ടും പറയുകയാണ്. ഉറപ്പ് പ്രാപിച്ച ദൈവജനമേ, ഞാൻ എന്തിനാണെന്നറിയാമോ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്? എന്റെ കൂടാരത്തിലിരുന്ന് ഞാൻ വിട്ടുപോകുവാൻ സമയമായെന്ന് യേശുക്രിസ്തുവിൽ നിന്ന് എനിക്കൊരു അറിവ് ലഭിച്ചിരിക്കുന്നു. ഉടവാരകനെ എന്നിട്ട് വീണ്ടും എടുത്തു പറയുകയാണ്, എന്റെ നിര്യാണത്തിന് ശേഷവും എന്റെ മരണത്തിന് ശേഷവും നിങ്ങൾ ഇത് ഓർമ്മിച്ച് നിങ്ങളുടെ സ്ഥിരതയെ പുതുപ്പിച്ചു കൊള്ളണം, നിങ്ങളുടെ ആത്മാവിനെ പുതുതാക്കിക്കൊള്ളണം, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പുതിതാക്കിക്കൊള്ളണം. Thank you, Lord. Thank you, Lord. Thank you, Jesus. ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്താ? കൂടി വരുന്നതിന്റെ ഉദ്ദേശം എന്താ? ജീസസ്, ഹല്ലേലൂയ. എന്താ നമ്മുടെ ഉദ്ദേശം? ഹല്ലേലൂയ. ഇനി നമ്മുടെ മുൻപിൽ അല്പനാളുകളേ ഉള്ളൂ. എന്നാണ് ഈ കൂടാരം വിട്ട് നാം കടന്നു പോകുന്നതെന്നുള്ള ഒരു അറിവ് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിവില്ല. അങ്ങനെയൊക്കെ ഒരു അറിവ് കിട്ടി ഒന്ന് ഒരുങ്ങി പോകാനിടയായാൽ നാം ഭാഗ്യമുള്ളവരാ. ജീസസ്, പെട്ടെന്ന് പോകേണ്ടി വന്നാൽ ക്രമീകരിക്കേണ്ടതെല്ലാം ചിലപ്പോ ഇനിയും ബാക്കി കിടക്കേണ്ടി വരും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ആ വചനമൊക്കെ പഠിച്ചതിന് ശേഷം എന്നും പ്രാർത്ഥിക്കും, കർത്താവെ ഒരു ചെറിയൊരു അറിവെങ്കിലും തന്നിട്ട് വേണം എന്നെ ഒന്ന് എടുക്കാനെന്ന്, ഒന്ന് ക്രമീകരിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്റെ നിര്യാണത്തിന് ശേഷം എന്റെ കൂടാരം വിട്ട് പോകുവാൻ എനിക്ക് സമയമായെന്നൊരു അറിവ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയാണ്. ആ അറിവിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. പ്രിയമുള്ളവരെ, നാം വളരണം. അതുകൊണ്ടാണ് എഫേസ്യർ 4-ാം അധ്യായം പൗലോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വളർച്ച പ്രാപിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, കാൽവറി രക്തം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ ഒരു വിശുദ്ധീകരണത്തിലേക്ക്, ഒരു ഹല്ലേലൂയ ദൈവവുമായുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക്, നല്ലൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നാം ഹല്ലേലൂയ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രിയുടെ യാമത്തിൽ സ്വർഗം നമ്മളെ അങ്ങനെ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരു വചനം വായിച്ച് ഞാൻ ദൈവം തന്ന എന്റെ സന്ദേശത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, ഹല്ലേലൂയ, അതിന്റെ 1-ാം വചനം, അതിന്റെ 18-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്ന നമുക്ക് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാകും. ഒരു നാശം, ഒരു രക്ഷ. ജീസസ്. ഇപ്പൊ നമ്മൾ ഈ കൂട്ടായ്മയിൽ ഇരിക്കും, നമ്മൾ ഓരോരുത്തരോട് നാം ചോദിച്ചാൽ നാം പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടതാ. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടതാ. എങ്ങനെ രക്ഷിക്കപ്പെട്ടു? യേശുക്രിസ്തുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു. ക്രൂശിന്റെ വചനം. ക്രൂശ് സുഖമുള്ളതല്ല. ക്രൂശിൽ ഹല്ലേലൂയ സ്തോത്രം സുഖമല്ലായിരുന്നു. ക്രൂശ് വേദനിപ്പിക്കുന്നതാ. ഹല്ലേലൂയ. ക്രൂശ് മരണത്തിലേക്ക് കൊണ്ടുവിടുന്നതാ.
ജീസസ് ക്രൂശ് ശാപത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് ലോകം വിളിച്ചു പറയത്തക്കവണ്ണം ശാപത്തിന്റെ പ്രതീകമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരുവനിതാ ഹല്ലേലൂയ തന്നെത്താൻ ഏൽപ്പിച്ച് കാൽവറിയിലെ ഹല്ലേലൂയ കൊലക്കളത്തിലേക്ക് ഹല്ലേലൂയ കാൽവറി ക്രൂശിലേക്ക് ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ച് കിടന്നു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ കാലുകളിൽ ഹല്ലേലൂയ കൈകളിൽ ആണികൾ തറയ്ക്കപ്പെടുമ്പോൾ മുൾമുടി ചൂട്ടപ്പെടുമ്പോൾ താടി രോമങ്ങൾ വലിച്ചു പറിക്കുമ്പോൾ ഹല്ലേലൂയ മുഖത്ത് തുപ്പുമ്പോൾ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയിറക്കുമ്പോൾ ഇവനെ ക്രൂശിക്ക എന്ന് കഴിഞ്ഞ നാളുകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റുവാങ്ങിയവർ വിളിച്ചു പറയുമ്പോൾ ക്രൂശ് സുഖമുള്ളതല്ല, ക്രൂശ് വിങ്ങിപ്പൊട്ടുന്ന ഒരു ഹൃദയം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്പം മുൻപേ പ്രിയ കർത്തൃദാസൻ ഹല്ലേലൂയ ആരാധനയുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, നിന്റെ നിന്ന ഉരുട്ട് മാറ്റുന്ന ഒരു ഗിൽഗാൽ. ഹല്ലേലൂയ സ്തോത്രം. ഗിൽഗാൽ എന്നതിന് നിന്റെ നിന്ന ഉരുട്ടി മാറ്റി എന്ന് ഹല്ലേലൂയ അർത്ഥം എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് രാത്രിയുടെ യാമത്തിൽ നമ്മുടെ നിന്ന ഉരുട്ടി മാറ്റുവാനായി ഒരുവൻ ഇന്ന് ഹല്ലേലൂയ ക്രൂശിൽ കിടന്ന് നിന്നെ അനുഭവിക്കുമ്പോൾ ക്രൂശ് സുഖമുള്ളതല്ല ദൈവജനമേ. ഈ ക്രൂശിന്റെ വചനമാണ് നിന്നെയും എന്നെയും രക്ഷിച്ചതെങ്കിൽ ഈ ക്രൂശിന്റെ ചില സ്വഭാവങ്ങൾ, ക്രൂശിന്റെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ള ബോധത്തോട് വേണം നാം മുന്നോട്ട് ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ. ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ആലയത്തിൽ ചെന്ന് എന്ത് ചെയ്യാണ്? ആലയം ശുദ്ധീകരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം വായിക്കാം, ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം എല്ലാം വായിക്കുമ്പോൾ ചാട്ടയെടുത്ത് എന്ത് ചെയ്യുകയാണ്? സകലത്തെയും അടിച്ച് ഹല്ലേലൂയ പുറത്തെറിഞ്ഞു കളഞ്ഞിട്ട് പറയുകയാണ്, എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ എന്ത് ചെയ്തു? അശുദ്ധമാക്കി, കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ആലയമായിരിക്കേണ്ടത്, വിശുദ്ധമായിരിക്കേണ്ടത്. കഴിഞ്ഞ ഹല്ലേലൂയ ഒരാഴ്ചയ്ക്ക് മുൻപ് 3 ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു. ആ സമയം കർത്താവ് എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ. ഒന്ന്, പാപത്തെ ഏറ്റുപറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? 2, പാപത്തെ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവത്തിനകത്ത് നമുക്ക് എന്തെല്ലാമാണ് ഹല്ലേലൂയ പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ പ്രവേശിക്കുന്നത്? 3, അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു? ഹല്ലേലൂയ ഇങ്ങനെ 3 ദിവസം പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ ഒന്ന് മനസ്സിലായി, എന്നും നമുക്കത് ആവശ്യമാണ്. ഹല്ലേലൂയ. മരിക്കുന്നിടം വരെയും ആ പ്രോസസ്സിങ് നമ്മുടെ അകത്തുകൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് അല്പം മുമ്പേ പ്രിയ പൈതൽ സെബിൻ പറഞ്ഞതുപോലെ ഒരു ഉണർവുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങും. ഇന്നത്തെ ലേഡീസ് മീറ്റിംഗില് പ്രിയ കർത്തൃദാസി പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണരണം, ധൈര്യപ്പെടണം. ഹല്ലേലൂയ ഉണർന്നിരിക്കണം. ഉണർവ് ഹല്ലേലൂയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ ഉണർവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഹല്ലേലൂയ അകത്ത് വരണമെങ്കിൽ നാം ഈ അനുഭവത്തിൽ വന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ തെളിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ അവസാന വചനങ്ങൾ പറയുന്നു, നീ കുറ്റമേറ്റു പറയുന്നത് വരെ ഞാൻ എന്റെ സ്വസ്ഥാനത്ത് പോയിരിക്കും. നീ കുറ്റമേറ്റു പറയുമ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. എന്നിട്ട് 6-ാം അധ്യായം ആരംഭത്തിൽ പറയുന്നു, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് പോകാം. അവൻ നമ്മളെ അടിച്ചിരിക്കുന്നു, അവൻ എന്ത് ചെയ്യും? നമ്മുടെ മുറിവ് കെട്ടും. അവൻ നമ്മളെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മളെ സൗഖ്യമാക്കും. 2-ാം ദിവസം അവൻ നമ്മളെ ജീവിപ്പിക്കും. 2-ാം ദിവസം അവൻ നമ്മളെ എഴുന്നേൽപ്പിക്കും. അത് കഴിഞ്ഞ് നാം അവന്റെ മുൻപാകെ ജീവിക്കും. ഇതാണ് കുറ്റമേറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം. ഇതാണ് ഉണർവ്. എന്താ ഉണർവ്? ഹല്ലേലൂയ. കുറ്റമേറ്റു പറഞ്ഞു കഴിയുമ്പോൾ അവൻ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. ഏറ്റു പറയുന്നത് വരെ അവൻ എവിടെ ഇരിക്കുന്നു? അവന്റെ സ്വസ്ഥാനത്ത് പോയി ഇരിക്കുകയാണ്.
നാം ഏറ്റുപറഞ്ഞ് അവന്റെ കരുണയ്ക്കായി യാചിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നാം അവന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഉടനെ എന്ത് ചെയ്യുകയാണ്? പാപത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ക്ലേശങ്ങൾ, പാപത്താൽ നമുക്ക് കിട്ട അടി, നമുക്ക് കിട്ടി നമ്മളെ അവൻ വലിച്ചു കീറിയതൊക്കെയും അവൻ സൗഖ്യമാക്കിയിട്ട് നമ്മളെ ജീവിപ്പിച്ച്, നമ്മളെ എഴുന്നേൽപ്പിച്ച് അവന്റെ മുൻപാകെ നാം ജീവിക്കുകയാണ്. ഇതാണ് രക്ഷ. സ്തോത്രം. അന്ന് ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുന്നതിനൊപ്പം അവർക്ക് ദൈവം ശിക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. അവരെ അടിച്ചു, അവരെ ഹല്ലേലൂയ പ്രവാസത്തിലേക്ക് വിട്ടു, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. യുദ്ധക്കളത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ ജീവൻ ഹല്ലേലൂയ സ്തോത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ അടിമ മുഖത്തിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ടും ജനം ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നില്ല. ഇവർ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതാ തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് ഏകയാഗമായി ഹല്ലേലൂയ കാൽവറിയിൽ താൻ യാഗമായി തീർന്നു. ഈ യാഗത്തിനാൽ നമുക്കുണ്ടാകുന്ന രക്ഷ അത് നാം ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ ഇതാ അവനിൽ നിന്നൊരു വിടുതൽ, അവനിൽ നിന്നൊരു ജീവൻ. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പഠിച്ച ഒരു കാര്യമാണ് നീതീകരണം. സ്തോത്രം. പാപം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു നീതീകരണം ലഭിക്കുന്നു. റോമർ 4, 5, 6 അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ നീതീകരണത്തെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നീതീകരണം എന്ന വാക്കിന് അർത്ഥം ദികായോസിസ് എന്നൊരു വാക്ക് ഗ്രീക്ക് വേർഡിൽ പറയുന്നുണ്ട്. അത് കോടതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദികായോസിസ്. ഹല്ലേലൂയ. ഒരു കുറ്റവാളിയെ കൊണ്ടുവന്ന് നിർത്തി, ഹല്ലേലൂയ ഇവൻ കുറ്റം ചെയ്തവനാണ്, ഇവൻ മരണത്തിന് യോഗ്യനാണ്, ഇവൻ ചെയ്ത കുറ്റത്തിന് മരണമാണ് ഇവന്റെ ശിക്ഷ എന്ന് പറഞ്ഞ് വിധിക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ വിചാരണ നടന്ന് വിചാരണ കേട്ടുകഴിയുന്ന കോടതി ഹല്ലേലൂയ സ്തോത്രം ന്യായാധിപൻ വിളിച്ചു പറയുകയാണ് ദികായോസിസ്, ഇവൻ കുറ്റം ചെയ്തിട്ടില്ല. ആ വിചാരണയിൽ ഹല്ലേലൂയ ന്യായാധിപൻ, ആ ജഡ്ജിക്ക് മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യം, ഇവൻ കുറ്റം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതുതന്നെയാണ് പ്രിയ ദൈവജനമേ, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനത്തിൽ വിശ്വസിച്ച് കടന്നു ചെല്ലുന്ന നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് കോടതി, ഹല്ലേലൂയ സ്വർഗത്തിലൊരു കോടതി, ഹല്ലേലൂയ അതിന്റെ ന്യായാസനത്തിലിരുന്ന് പിതാവ് വിളിച്ചു പറയുകയാണ്, ക്രൂശിന്റെ വചനത്തെ വിശ്വസിച്ചു കഴിഞ്ഞ എന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇവ കുറ്റക്കാരിയല്ല, ഇവൾ കുറ്റം ചെയ്തിട്ടില്ല, ഇവൾ അനുഭവിക്കേണ്ട മരണശിക്ഷയ്ക്ക് പകരം ഇതാ മറ്റൊരുവൻ കാൽവറിയിൽ യാഗമായി മരണശിക്ഷ ഏറ്റുകഴിഞ്ഞു. അതുകൊണ്ട് ഇവൻ പറയുകയാണ്, അവൻ എന്റെ രക്ഷകനാണ്, അവനാണ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ച, കാൽവറിയിൽ മരിച്ച ക്രിസ്തുവിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പിതാവിന് മുൻപേ ഏറ്റുപറയുമ്പോൾ പിതാവ് എന്നിൽ പകരുന്ന ഒരു രക്ഷയുണ്ടല്ലോ, അതാണ് നീതീകരണം. സ്തോത്രം. എത്ര പേർക്ക് ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിച്ചിട്ട് അത് അനുഭവമാക്കിക്കൊണ്ട് അതിൻ്റെതായ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അനുഭവത്തോടെ തന്നെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിതാവ് അങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കണം പ്രിയമുള്ളവരെ. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകം കറയുള്ളതാ, ഈ ലോകത്തിൽ മാലിന്യമുണ്ട്, ഈ ലോകത്തിൽ അശുദ്ധമുണ്ട്, ഇത് നമ്മളെ വലിച്ചിഴക്കുന്നതാ, പിശാച് നമ്മളെ താഴ്ത്തിക്കളയുവാൻ നോക്കുന്ന ഒന്നാണ്. എന്നാൽ ഹല്ലേലൂയ അവന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടണമെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോർക്കുന്നവർക്ക് ഭോഷത്വമായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ഹല്ലേലൂയ ദൈവ ബലവും ദൈവശക്തിയുമായി തീരണമെങ്കിൽ അനുദിനവും നീതീകരിക്കപ്പെട്ടവൾ എന്നുള്ള വാക്ക് കേട്ടുകൊണ്ട് നാം ജീവിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ എവിടെയെങ്കിലും അവൻ ഒരു കുറ്റവും കൊണ്ടുവരും. അതുകൊണ്ട് നാം വളരെ സൂക്ഷ്മതയോടെ വിശുദ്ധിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ജീവിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ എന്നോട് ഇടപെട്ടത് കൊണ്ട് തന്നെ അത് നിങ്ങളോടും വിളിച്ചു പറയുകയാണ്. നീതീകരണവും വിശുദ്ധീകരണവും കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ നാം ഈ കൂടി വരുന്നതൊക്കെയും വ്യർത്ഥമായി പോകുമെന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാർത്ഥമായി വിളിച്ചു
വിളിച്ചു പറയട്ടെ, നമ്മൾ വളരെ ഭയത്തോടും വളരെ ഹല്ലേലൂയ സീരിയസോടും ഈ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നാം ദൈവ പാദപീഠത്തിലാകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. എന്താ നമുക്ക് ദൈവശക്തിയായി എങ്ങനെയാണ് മാറുന്നത്? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ വചനം നമുക്ക് എങ്ങനെയാണ് ശക്തിയായി മാറുന്നത്? അവിടെ താഴെ പറയുന്നു, ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഈ ക്രൂശിന്റെ വചനത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ക്രൂശിന്റെ വചനത്താൽ ചിലത് സംഭവിക്കും. എന്താണ്? ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കും. 2, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതേ യെശയ്യാ പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 29-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനം അവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. 29-ന്റെ ഹല്ലേലൂയ സ്തോത്രം 13 മുതൽ വായിക്കുമ്പോൾ 13 മുതൽ വായിക്കുമ്പോൾ, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. അപ്പോൾ മനപ്പാടമാക്കിയ ചില മാനുഷ്യ കൽപ്പനകളുമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ ജനം മുന്നോട്ട് പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പന, ഹല്ലേലൂയ ദൈവം കൊടുത്ത ന്യായപ്രമാണം അവർക്ക് അനുസരിക്കാൻ വയ്യ. മനുഷ്യൻ വെച്ചിരിക്കുന്ന ചില കൽപ്പനകളെ മനപ്പാടമാക്കിക്കൊണ്ട് ഇവർ തങ്ങൾക്ക് ഹല്ലേലൂയ ഇഷ്ടമുള്ള രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ഇഷ്ടത്തെ മാറ്റിയിട്ട്, ദൈവത്തിന്റെ ആഗ്രഹത്തെ മാറ്റിയിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് കടന്നു വരാതെ തങ്ങളുടെ ഇഷ്ടത്തിൽ അതരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായി ജീവിക്കുന്ന ജനത്തെ നോക്കി പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ഏതു കാരണത്താൽ നീ അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി തന്നെ ചെയ്യും. ആ പ്രവൃത്തിയാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി നടന്ന യാഗം. ആദരം കൊണ്ട് മാത്രം നീ ദൈവത്തെ ബഹുമാനിച്ചാൽ അത് എങ്ങും ചെല്ലത്തില്ല. പിന്നെയോ നിന്റെ ഹൃദയത്തിനകത്ത് ആ യാഗം അതുപോലെ നടന്നെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് യാഗമായി തീർന്നു. അത് അത്ഭുതകരവും ആശ്ചര്യമായ ഒരു പ്രവൃത്തിയായി ദൈവസന്നിധിയിൽ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ഏതു കാരണത്താൽ അതരം കൊണ്ട് മാത്രമല്ല, നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കണം. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഇത് ചെയ്തു. കാൽവറിയുടെ കൊലക്കളത്തിൽ അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ആത്മാവിനെ ദൈവസന്നിധിയിൽ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സകലം നിവർത്തിയായെന്ന് പറഞ്ഞു. ഹല്ലേലൂയ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തല ചായിച്ചു. അവന്റെ പ്രാണൻ അവന്റെ ശരീരത്തിൽ നിന്ന് പോയി. അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. എന്നാൽ മൂന്നാമത്തെ ദിവസം ഹല്ലേലൂയ സ്തോത്രം മരിച്ചവരുടെ ഇടയിലിരുന്ന് അവൻ മരണവാസങ്ങളെ അറുത്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. ഉയർപ്പിന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ നീ അതരം കൊണ്ട് മാത്രമല്ല, നീ ഹൃദയം കൊണ്ട് നിന്റെ ദൈവത്തെ ബഹുമാനിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. അവിടെയാണ് നിന്റെ വിശുദ്ധീകരണം, അവിടെയാണ് നിന്റെ നീതീകരണം, അവിടെയാണ് നിന്റെ നിത്യത, അവിടെയാണ് നിന്റെ ദൈവവുമായുള്ള നിന്റെ ബന്ധം. ഈ
ആരാധിച്ചാട്ട ദൈവജനമേ, നമ്മൾ കേൾവിക്കാരല്ല, നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ വന്നവരാ, നമ്മൾ ക്രിസ്തുവിനെ അകത്തേക്ക് ഉൾക്കൊള്ളുവാൻ വന്നവരാ. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ശക്തമായി അന്യഭാഷ പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ കരങ്ങളടിച്ച് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണബലത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവേ, മരിച്ചവരുടെ ഇടയിലിരുന്ന് ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, മരണ പാശങ്ങളെ അടിച്ചു മാറ്റുന്ന ദൈവശക്തി എന്നിലും എന്റെ കുടുംബത്തിലും വ്യാപരിക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മരണക്കയറുകൾ അഴിയുകയാ, ചില മരണക്കെട്ടുകൾ പൊട്ടുകയാ. ഈ രാത്രിയിൽ ചില മരണത്തിന്റെ കെട്ടുകൾ പൊട്ടുകയാ, മരണത്തിന്റെ കെട്ടുകൾ പൊട്ടുകയാ. നിന്നെ ജീവിപ്പിക്കയില്ല എന്ന് രോഗത്തിലാക്കിക്കൊണ്ട് നിന്നെ കൊന്നുകളയുമെന്ന് ശത്രു വാദിച്ചു നിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ, ചില വ്യക്തി ജീവിതങ്ങളിൽ, ചില ഭവനത്തിനകത്തു നിന്ന് ചില മരണത്തിന്റെ കെട്ടുകളെ, കയറുകളെ അവൻ അറുത്തു കളയുക. ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. മരണഭീതി ഹൃദയത്തിനകത്ത് കൊണ്ടിട്ടിട്ട് സ്തോത്രം, മരണഭീതിയാൽ മരിച്ചു പോകുമെന്നുള്ള ഭീതി കൊണ്ടിട്ട് ജീവിതത്തെ ശൂന്യമാക്കി കളയുവാൻ ശത്രുവിട്ടിരിക്കുന്ന ഭീതി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഉയർപ്പിന്റെ ശക്തിയാൽ ഇപ്പോൾ അത് അറുത്തു മാറ്റുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മരണക്കെട്ടുകൾ, ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാ. ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയുകയാണ്, അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി ചെയ്യും. ഈ പ്രവൃത്തി നടന്നു കഴിയുമ്പോൾ ലോകത്തിന്റെ ജ്ഞാനമില്ല. ബുദ്ധിമാന്മാരെന്ന് പറയുന്നവരുടെ ബുദ്ധി ദുർബലമായി പോകും. പ്രിയ സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ ചില ലോകജ്ഞാനികൾ വന്നു നിന്ന് നിനക്കെതിരായി ഭീഷണി മുഴക്കുമ്പോൾ, നിനക്കെതിരായി വെല്ലുവിളിക്കുമ്പോൾ, നീ ഓർത്തുകൊള്ളണം, ഇവരുടെയൊക്കെയും ജ്ഞാനത്തെയും ബലത്തെയും സ്വർഗം ദുർബലമാക്കിയതാ. കാൽവറിയിൽ ക്രൂശിന്റെ വചനത്താൽ ദുർബലമാക്കിയതാ. സ്തോത്രം. ബലപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുക, ശക്തിപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽകാലം ദൈവ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അതിന്റെ 17-ാമത്തെ വചനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. ഈ പ്രവൃത്തി, ആശ്ചര്യവും അത്ഭുതകരവുമായ പ്രവൃത്തി നടന്നു കഴിയുമ്പോൾ ജ്ഞാനികൾ അവരുടെ ജ്ഞാനം ഇല്ലാതായി പോയി കഴിയുമ്പോൾ, ബലമുള്ളവരുടെ, ബലവാന്മാരുടെ ബലം ദുർബലമായി പോയി കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഇനി അല്പകാലം കൊണ്ട് ലെബനോൻ ഒരു ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മരുഭൂമിയുടെ അവസ്ഥയിലിരുന്ന് ഒരു ഉദ്യാനത്തിന്റെ അവസ്ഥ, ഒരു സുഗന്ധത്തിന്റെ അവസ്ഥ, ഒരു മണക്കുന്ന അവസ്ഥ. സ്തോത്രം. വിണ്ടുകീറി, സ്തോത്രം, വിള്ളൽ വീണ്, വരണ്ടു പോയിട്ട് അല്പം പോലും ജലാംശമില്ലാത്ത വിധത്തിൽ മരുഭൂമി ഉണങ്ങി വരേണ്ട അനുഭവത്തിലിരുന്ന് ചില സ്തോത്രം പുഷ്പിക്കുന്ന പൂക്കളും സുഗന്ധം വരുത്തുന്ന പൂക്കളും നിറഞ്ഞ നല്ല മണമുള്ള മരങ്ങൾ വളർന്നു നിൽക്കുന്ന ചില ഉദ്യാനത്തിന്റെ അവസ്ഥ പോലെ ഈ ക്രൂശിന്റെ വചനം നിന്നെ ആക്കി തീർക്കുമെന്ന്
എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ കഷ്ടം ഇന്നുമുണ്ട്, അന്നത്തെ വരൾച്ച ഇന്നുമുണ്ട്, അന്നത്തെ ശൂന്യത ഇന്നുമുണ്ട്, അന്നത്തെ ഹല്ലേലൂയ സ്തോത്രം ഞെരുക്കം ഇന്നുമുണ്ട്. തങ്കമ്മേന്റെ വ്യത്യാസമുണ്ടോ ജീവിതത്തിൽ? ഹല്ലേലൂയ സ്തോത്രം. ഉദ്യാനമായിട്ടുണ്ടോ അതോ പൊത്തുവരുത്തം മുന്നോട്ട് പോവുകയാണ്? ഹല്ലേലൂയ. ഇനിയും കരയുകയല്ലേ? ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇനിയും കരയുകയല്ലേ? ഈ കരച്ചിൽ മാറിയ ഒരു ഉദ്യാനത്തിന്റെ അവസ്ഥ നമുക്ക് വേണ്ടേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ക്രൂശിലെ വചനം അത് ഒരു അത്ഭുതമാ, ക്രൂശിലെ വചനം അതൊരു ആശ്ചര്യമാ. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ നിന്റെ മരുഭൂമി ഉദ്യാനമായി മാറും. അടുത്തത് പറയുന്നു, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനം കേൾക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ക്രൂശിന്റെ വചനം എന്ത് ചെയ്യും? ചെകിടായിരിക്കുന്ന ചെവിട്ട് കാതുകളെയൊക്കെ തുറന്നിട്ട് ഇതങ്ങോട്ട് കേൾക്കുവാൻ തക്കതായ വേഗത്തിൽ സ്വർഗമാക്കി തീർക്കുമത്രേ. ഹല്ലേലൂയ, സ്തോത്രം. പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കും, പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കണം. നിന്റെ ജീവിതം ഒരു ഉദ്യാനമാകണമെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഒരു ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥ മാറണമെങ്കിൽ ഈ പുസ്തകത്തിലെ വചനം കേൾക്കണം. കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണും. ഈ ക്രൂശിലെ വചനത്തിന്റെ എന്താ പ്രത്യേകത? നിന്റെ കുരുട്ട് കണ്ണ് മാറും, അന്ധത മാറും, ഇരുള് മാറും. നീ കാണുവാൻ തുടങ്ങും. എന്ത് കാണുവാൻ തുടങ്ങും? വചനത്താലുള്ള വിടുതൽ നീ കാണുവാൻ തുടങ്ങും, വചനത്താലുള്ള അത്ഭുതം നീ കാണുവാൻ തുടങ്ങും, വചനത്താലുള്ള വിശാലത നീ കാണുവാൻ തുടങ്ങും, വചനത്താലുള്ള അനുഗ്രഹം നീ കാണുവാൻ തുടങ്ങും, വചനത്താലുള്ള ഉദ്ധാരണം നീ കാണുവാൻ തുടങ്ങും, വചനത്താലുള്ള ഹല്ലേലൂയ പ്രകാശം നീ കാണുവാൻ തുടങ്ങും. അവിടെ പറയുന്നു, സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നുവെന്ന് പൗലോസ് ചുമ്മാതെ വിളിച്ചു പറയുകയില്ല. ഹല്ലേലൂയ. ഈ കഷ്ടത പ്രത്യാശയിലേക്ക് എത്തുമ്പോൾ നിന്റെ സന്തോഷം വർദ്ധിക്കും, നിന്റെ സന്തോഷം വർദ്ധിക്കും. എന്താ നിന്റെ സന്തോഷം? ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിലെ വചനത്താൽ എനിക്കുണ്ടായ രക്ഷയാൽ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യവാസ സ്ഥലത്തെ കുറിച്ചുള്ള സന്തോഷം നിന്നിലും എന്നിലും വർദ്ധിക്കും. മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കും. ജീസസ്. ദൈവത്തിനു വേണ്ടി തങ്ങളെ മാറ്റി നിർത്തിയവർ, ദൈവത്തിനു വേണ്ടി കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അവനിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് അവന്റെ ജീവൻ പ്രാപിച്ച് അവന്റെ മുൻപാകെ ജീവിക്കുന്ന ദൈവജനമേ, നീ പരിശുദ്ധനിൽ ആനന്ദിക്കും, പരിശുദ്ധനിൽ ആനന്ദിക്കും. ക്രൂശിന്റെ വചനം ഹല്ലേലൂയ വേദനയുടെ ഹല്ലേലൂയ വേദനയിൽ നിന്നുള്ളവായതാ, അത് വലിയൊരു ഉപദ്രവത്തിൽ നിന്നുള്ളവായതാ, അത് നുറുക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് ഉരുവായതാ, അത് സുഖത്തിൽ നിന്നുണ്ടായതല്ല, ശരി വേദനപ്പെട്ടിട്ടുണ്ടായതോ. പക്ഷെ ആ വചനം കേൾക്കുവാൻ നീ ചെവി തുറന്നാൽ നിന്റെ കണ്ണുകൾ പ്രകാശിക്കുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ സമാധാനവും ആനന്ദവും ഉണ്ടാകും. ആമേൻ, 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 ആമേൻ. 20ാമത്തെ വചനമാണ് ഹല്ലേലൂയ പ്രിയ അജി ബ്രദർ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം ദൂതായി വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ യേശുവിന്റെ നാമത്തിൽ. പ്രിയ കർത്തൃദാസൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതും എടുത്തു വെച്ചോണ്ടാ ഞാൻ ഇരിക്കുന്നത്. നിന്നെ നിഷ്കണ്ടകൻ എന്ന് പറയുന്നത് ഒരു മനസ്സലിവുമില്ലാത്തവൻ, നിന്നെ കുറിച്ച് ഒരു പറയാൻ ഒരു മനസാക്ഷിയില്ല, എന്ത് വായിൽ വരുന്നത് എന്തും പറയും. അവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ക്രൂരത, ക്രൂര സ്വഭാവമുള്ളവർ. അപവാദം പറയണോ? അപവാദം പറയാം. അത് പ്രിയ ഷാജി പാസ്റ്റർ എടുത്തു പറഞ്ഞു,
എടുത്തു പറഞ്ഞു. റിബാറമന ശാന്തരേതന ഹദ്ദ കടകസ്യ. ഒരു കാര്യം 2-3 സാക്ഷികളിൽ കൂടി വരുന്നെങ്കിൽ അത് ഉറപ്പാ. ഇതിനകത്ത് നിന്നെ അനുഭവിക്കുന്നവർ, അപവാദം കേട്ട് മനസ്സ് തളർന്നു പോയവർ, ഹാലലിയ പരിഹസിക്കപ്പെട്ട് ഹാലലിയ ഹൃദയം ക്ഷീണിച്ചു പോയവർ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹാലലിയ ആരാധനയിൽ കൂടി ഹാലലിയ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് മതിയായില്ല. വീണ്ടും കർത്തൃദാസനിൽ കൂടി അത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞു. ഇതാ ദൈവവചന ശുശ്രൂഷയ്ക്കകത്തും മുന്നമേ അത് തന്നിങ്ങോട്ട് വിട്ടെങ്കിൽ ദൈവത്തിന് ഈ കൺവെൻഷനിൽ കൂടി ചിലരുടെ പരിഹാസത്തിന്റെ അനുഭവങ്ങളെ എടുത്തു മാറ്റുവാനുണ്ട്, അപവാദത്തിന്റെ അനുഭവങ്ങളെ എടുത്തു മാറ്റുവാനുണ്ട്. നിന്നോട് അല്പം പോലും മനസാക്ഷി കാണിക്കാതെ നിന്നെ ഹാലലിയ ഇല്ലാക്കുവാനായിട്ട് ായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മുഖങ്ങളെയും സ്വർഗം വെട്ടിമാറ്റുവാനായി ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി, ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചുഴലിക്കാറ്റുമാണ്. Thank you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Holy Spirit. Oh, ribaraba chandradana. Hallelujah. സ്തോത്രം, സ്തോത്രം. പ്രാപിക്കണേ, പ്രാപിക്കണേ. ഇത് നിന്റെ വിടുതല, ഇത് നിന്റെ വിടുതല, ഇത് നിന്റെ വിടുതല. നിന്നെ പരിഹസിച്ചവർ, നിന്നോട് കരുണ കാണിക്കാത്തവർ, നിന്നോട് അനുകമ്പ കാണിക്കാത്തവർ നാസ്തിത്വമായി പോകും, കാരയില്ലാതെ പോകും. അവരെ നോക്കിയും കാണുകയില്ല. ജീസസ്, 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 ജീസസ്. നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസിയില്ലാതെ ആയിരിക്കുന്നുവല്ലോ. നീ ആരാധന കഴിഞ്ഞ് മടങ്ങി ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നെ നോക്കി പരിഹസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നീ ആരാധനയ്ക്ക്, നീ തിരുവചനവും വേണ്ടി ആലയത്തിലേക്ക് വരുന്ന വഴിയിൽ നിന്നെ പരിഹസിക്കുന്നവരുണ്ട്. നിന്നോട് അല്പം പോലും കരുണ കാണിക്കാത്ത നിന്റെ രക്തബന്ധങ്ങളുണ്ട്, നിന്റെ ദേശനിവാസികളുണ്ട്. ജീസസ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രൂശിലെ വചനത്തെ വിശ്വസിച്ച് കുറ്റമേറ്റു പറഞ്ഞ് നീതീകരണം പ്രാപിച്ചവളാണോ, നീതീകരണം പ്രാപിച്ചവനാണോ നിന്റെ മുൻപിൽ നിൽക്കുന്ന നിഷ്കണ്ടകനെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന പരിഹാസിയെ, നീ അനുഭവിച്ച നിന്നയെ അവൻ നീക്കുകയോ? ഉടവരവനക രഗനകരകതേ ധീരവരകത ഹന്തൽക്കടക ധീരരകതേ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാ. അവിടെ പറയുന്നു, നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ സംഭവിക്കുക. പ്രിയ ദൈവജനമേ, ആരൊക്കെ കഴിഞ്ഞ നാളുകളിൽ നിന്നെ നോക്കി ഹല്ലേലൂയ സ്തോത്രം പരിഹസിച്ചോ, ആരൊക്കെ നിന്നെ നോക്കി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഇവൾ എന്തിനു നടക്കുന്നു, ഇവൻ എന്തിനായിട്ടെന്ന് ചോദിച്ചോ, അവരുടെ മുൻപിൽ ഈ ക്രൂശിലെ വചനം നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ പോകുകയാ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഒരു കൂട്ടം ജനം, ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ഗോത്രം മുഴുവനും നിന്നെ കണ്ട മോശയ്ക്കും അഹരോനും നേരെ കുറ്റം പറഞ്ഞു. ജീസസ്, ഹല്ലേലൂയ. ഒരു കൂട്ടം മുഴുവനും കുറ്റം പറയുക, പരിഹസിക്കുകയാ. നിങ്ങളോടെ ദൈവം സംസാരിക്കുകയുള്ളൂ. നിങ്ങൾ എന്താ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണോ? സംഖ്യാപുസ്തകം 17-16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അഹരോനും മോശയും ഇതാ നെടുമ്പാടും വീണ് കിടക്കുകയാ. കർത്താവേ എന്ന് നിലവിളിച്ച് നെടുമ്പാട് വീണ് കിടക്കുമ്പോൾ കർത്താവ് ഉയരത്തിൽ നിന്നൊരരുളപ്പാട് കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ പെട്ടകത്തിന്റെ മുൻപിലേക്ക് 12 ഗോത്രങ്ങളുടെയും പ്രഭുക്കന്മാരുടെ വടി കൊണ്ടുവെക്കുമ്പോൾ നീ അഹരോന്റെ വടിയും കൊണ്ടുവെക്കണം. ഹല്ലേലൂയ. നീ ഒരത്ഭുതം കാണും. ഒറ്റ രാത്രി കൊണ്ട് പിറ്റേന്നാൾ മോശ പോയി നോക്കിയപ്പോൾ 12 പ്രഭുക്കന്മാരുടെ വടിയോട് കൂടെ ഇരുന്ന അഹരോന്റെ വടി തളർത്തു, പൂത്തു, ബലം ഫലം കായ്ച്ചു. പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുക, നീ തളർക്കുവാൻ പോകുക. ക്രൂശിന്റെ വചനം നിന്നെ തളർപ്പിക്കും, ക്രൂശിന്റെ വചനം നിന്നെ പുഷ്പിക്കും, ക്രൂശിന്റെ വചനം നിന്നെ ഫലം കായ്പിക്കും. ദുഷ്ടന്റെ ശത്രുവിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? നീ ഒരു മുൾച്ചെടിയാകണം,
ഒരു മുൾച്ചെടിക്ക് ഫലമില്ല. നീ ഒരു പറക്കാരയാകണം. ശത്രു അത് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ക്രൂശിന്റെ വചനം നിന്നെ ഫലമുള്ളതാക്കി തീർക്കുന്നു. ക്രൂശിന്റെ വചനം നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നെ എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുമാറാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ, നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായിരിക്കുമ്പോൾ മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാദിക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കെളിവെക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടുമിരിക്കുന്നു. പകൽകാലം നമുക്കറിയാം, സുവിശേഷത്തിന് ഇന്ന് വിരോധം നിറയെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജീസസ് കഴിഞ്ഞ ദിവസം ഒരു ദാസിനെ ജയിലിൽ പിടിച്ചിട്ടു. പക്ഷേ ദൈവജനത്തിന്റെ പ്രാർത്ഥന അവർ ജാമ്യത്തിൽ പുറത്തു വന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ ഉത്തർപ്രദേശത്ത് നിന്ന് ഒരു ദൈവദാസൻ എന്നെ ഹല്ലേലൂയ മീറ്റിങ്ങിന് ക്ഷണിക്കുകയുണ്ടായി. ഞാൻ ഒരു 1.5 വർഷത്തിന് മുൻപേ അതിൽ കയറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയ കർത്തൃദാസനങ്ങ് മറന്നുപോയി എന്നെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മറ്റൊരു ദൈവദാസൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കയറിയ ഒരു മീറ്റിങ്ങിൽ എന്നെ കണ്ട മറ്റൊരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഇന്ന ആളെ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് വിളിക്കണം. അങ്ങനെ എന്നെ വിളിച്ചപ്പോ പ്രിയ കർത്തൃദാസന്റെ നമ്പർ എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പോൾ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഹല്ലേലൂയ, എങ്ങനെ അറിയാൻ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നെ മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ എന്റെ സൂം മീറ്റിങ്ങിൽ കേറിയിട്ടുണ്ട് പാസ്റ്റർ. പിന്നെ പുള്ളിക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ ജയിലിൽ പോയി ഹല്ലേലൂയ അറസ്റ്റ് ചെയ്യപ്പെട്ട ദൈവദാസനും ദൈവദാസിയും ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പേഴ്സാ. ഹല്ലേലൂയ, 169 ഹല്ലേലൂയ, സ്തോത്രം, കുടുംബങ്ങൾ കൂടി വരുന്ന, അതിരാവിലെ 5:30 മണി തൊട്ട് 7 മണി വരെ കൂടി വരുന്ന കൂട്ടായ്മയ്ക്കകത്ത് ഹല്ലേലൂയ, സ്തോത്രം, ദിനവും കേറുന്ന ഒരു ദൈവദാസന്റെ കുടുംബമാണ് ആ കുടുംബം. പക്ഷെ ഇന്ന് ആരുമായിട്ട് താൻ കണക്ട് ആകാതിരിക്കുകയാണ്. കാരണം തന്നെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നിയമം മുതൽ കൊണ്ടെല്ലാവരുമുണ്ട്. ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങളെയും പിടിച്ചകത്തിടുമെന്ന് ഭയന്നിട്ട് ആ ദൈവദാസൻ ആരെയും ഉപദ്രവിക്കാതെ ഹല്ലേലൂയ ഒതുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രാർത്ഥിക്കണം. ഈ തിങ്കളാഴ്ച അതിരാവിലെ 5:30 മണിക്ക് എന്നെ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. 169 കുടുംബങ്ങൾ കയറുന്ന ആ സൂം മീറ്റിംഗിൽ ദൈവവചനം പ്രസംഗിക്കുവാനായി ക്ഷണിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ നോർത്ത് ഇന്ത്യയിലുള്ളവരാണ് പൂർണ്ണമായും എല്ലാവരും. പഞ്ചാബ്, ഹല്ലേലൂയ, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഇങ്ങനെയായി നോർത്ത് ഇന്ത്യയിലുള്ള സകല കുടുംബങ്ങളും കയറുന്ന ആ ഒരു ഇതിൽ ഹല്ലേലൂയ, പ്രിയ ദൈവജനമേ, ഇന്ന് ദൈവജനത്തിന് ഹല്ലേലൂയ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ഇവരെയൊക്കെയും ഛേദിച്ചു കളയുന്നതാണ് ക്രൂശിന്റെ വചനം. മറന്നു പോകരുത്, നാം ഭയപ്പെട്ടു പോകരുത്, നാം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ ത്യജിച്ചു കളയരുത്. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നാം മേൽക്കുമേൽ ശക്തി പ്രാപിക്കുവാൻ. അതാണ് ഹല്ലേലൂയ, സ്തോത്രം, പൗലോസ് വിളിച്ചു പറഞ്ഞത്. ക്രൂശിന്റെ വചനം ദൈവശക്തിയാകുന്നു. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും, അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാക്ട് കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യനെ മതമാറ്റം എന്ന് പറഞ്ഞ ഒരു കുറ്റത്തിലാക്കി തീർത്തുകൊണ്ട് കുറ്റക്കാരാക്കുകയാണ്. നമ്മളൊക്കെ എന്നാ പിടിക്കപ്പെടുന്നതെന്ന് അറിയില്ല. സ്തോത്രം, ജീസസ്. കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവനെ കെണിവെക്കുകയും, നീതി പറയുന്നവനെ, ന്യായം പറയാതെ വണ്ണം, നീതി പറയാതെ വണ്ണം അവനെ കെണിവെച്ച് കുടുക്കി ന്യായത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന അവസ്ഥ. സ്തോത്രം. നിസാര കാര്യം കൊണ്ട് നീതിമാനെ നിസാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും സ്തോത്രം. നമ്മൾ ഒരു പാട്ടുകൊണ്ടും ഒരു പ്രാർത്ഥന കൊണ്ടും നിർത്തിക്കളയരുതേ നമ്മുടെ ക്രിസ്തീയ ജീവിതം. നാം ഈ ദിവസങ്ങളിൽ വിശുദ്ധിക്കും നീതീകരണത്തിനും വില കൊടുത്തില്ല എങ്കിൽ ഹല്ലേലൂയ ലോകത്തിൽ നീതി
ഗതികേടിന് ജാഗ്രതയുള്ള ഒരു കൂട്ടം എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അവർ ഛേദിക്കപ്പെടണമെങ്കിൽ നമ്മിൽ കൂടി ഈ ക്രൂശിന്റെ വചനം ദൈവശക്തിയായി പുറത്തു വരേണ്ടത് ആവശ്യമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു പുതിയ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം നിന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ക്രൂശിലെ വചനത്തിന്റെ ദൈവശക്തി നിന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: യാക്കോബിന് ലജ്ജിച്ചു പോകയില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നീ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. നീ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്റെ മുഖം ഇനി വിളറിപ്പോകുവാൻ അനുവദിക്കയില്ല. നീ എന്ന് വിളറിയിരിക്കുന്നുവോ? പിശാചിന്റെ ചില തന്ത്രങ്ങളാല്, പിശാചിന്റെ ചില ഭീഷണിയാല്, നിന്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ അവസ്ഥയാല് നീ എന്ന് വിളറിയിരിക്കുന്നെങ്കിൽ കർത്താവിന് രാത്രി വിളിച്ചു പറയുകയാണ്: നിന്റെ നിന്ന മാറ്റി, നിന്നെ പരിഹസിക്കുന്നവരെ ഛേദിച്ചു കളഞ്ഞ്, നിന്നെ ഹല്ലേലൂയ കുറ്റപ്പെടുത്തുന്നവരെ ഛേദിച്ചു കളഞ്ഞിട്ട് ഹല്ലേലൂയ നിന്റെ മുഖം വിളറിയിരിക്കുന്ന മുഖത്തെ ഹല്ലേലൂയ ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി എന്ന് നീ വിശ്വസിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ നടക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന വിളിച്ചു പറയുകയാണ്. നീ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. നീ വിളറിപ്പോകുവാൻ നീ സമ്മതിക്കയില്ല. നിന്റെ മുഖം വിളറിപ്പോകുവാൻ അവൻ സമ്മതിക്കയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയാണ് ക്രൂശിലെ വചനം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം നോക്കി മടങ്ങി വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ക്രൂശിലെ വചനവുമായി നിന്ന ഭക്തൻ സ്തോത്രം എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ദൂത് വിളിച്ചു പറയാൻ പാപികളുടെ മധ്യത്തിലല്ല, പരിഹാസികളുടെ മധ്യത്തിലല്ല, ശത്രുവിന്റെ മധ്യത്തിലുമല്ല, പിന്നെയോ ആലയത്തിന്റെ പ്രാകാരത്തിലാണ് നിർത്തിയിരിക്കുന്നത് ദൈവം. സ്തോത്രം. അതായത് നമ്മുടെ മധ്യത്തിൽ യേശുവിന്റെ രക്തം ചെയ്യും. ആരുടെ മധ്യത്തിലാ? നമ്മുടെ മധ്യത്തിൽ. പറഞ്ഞേ, എന്റെ ഭവനത്തിനകത്ത്. ഞാൻ ദൈവത്തിന്റെ ആലയമാണെങ്കിൽ എന്റെ ഭവനം അവന്റെ പ്രാകാരമാണ്. എന്റെ ഭവനത്തിനകത്ത് യിരെമ്യാ പ്രവാചകനെ പിടിച്ചു നിർത്തിയിരിക്കുക. സ്തോത്രം. അവിടെ പറയുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. 2-ാം വചനം: നീ യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കാം. ഒരു വാക്കും വിട്ടുകളയരുത്. സ്തോത്രം. വചനം ഇരുവായ്ത്തലയുള്ള വാള. അത് നിന്റെ മരുഭൂമിയെ ഉദ്യാനമാക്കും. നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. നിന്റെ നിഷ്കണ്ടകനെ അവൻ ഛേദിക്കും. നിന്റെ പരിഹാസിയെ ഛേദിക്കും. നിന്റെ മുഖം വിളറിപ്പോകാൻ അനുവദിക്കരുത്തില്ല. ആ വാളിന്റെ ഒരു സൈഡാണ്. പക്ഷേ ഇനി ഒരു സൈഡില് പ്രവാചകൻ മൂലം വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെ കുറിച്ച്. അപ്പൊ ആലയത്തിനകത്ത് നമസ്കരിപ്പാൻ വരുന്ന ജനത്തിന് കരങ്ങളിൽ എന്തുണ്ട്? ദുഷ്പ്രവർത്തി. സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ദിവസം അതാണ് ഞാൻ പറഞ്ഞത്, കുറ്റമേറ്റു പറയുക, നീതീകരണം പ്രാപിക്കുക. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത് ഹല്ലേലൂയ, ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെ സമ്പാദിച്ചു കൊള്ളണം, എന്നിട്ട് നീ മരിക്കാതെ ജീവനോടിരിക്കണം. സ്തോത്രം. ഹോശേയ പ്രവാചകൻ പറയുന്നത് അവന്റെ മുൻപാകെ നീ ജീവിക്കണം. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുന്നത് അത്ഭുതകരവും ആശ്ചര്യവുമായ ഈ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ നീ എന്തു ചെയ്യണം? നിന്നെ തന്നെ ശക്തിപ്പെടുത്തണം.
യിരെമ്യാ പ്രവാചകനിൽ കൂടി ദൈവം പറയുകയാണ്, ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന ജനത്തോട് നീ പറയണം, ഒരു വാക്കുപോലും നീ വിട്ടുകളയരുത്, ദുഷ്പ്രവർത്തി വിട്ട് തിരിഞ്ഞ് നീ അനുദപിക്കണം. ഉടവരമനക രഗനഗരഗതേ ധീരപരഗത ഹന്തൽക്കടകസ്യ ഹാലലിയ സ്തോത്രം. നീ ദുഷ്പ്രവർത്തി ഉണ്ടെങ്കിൽ ആലയത്തിൽ വരുന്ന ജനത്തോട് പറയേണ്ടത്, നിങ്ങളുടെ ദുഷ്പ്രവർത്തി വിട്ട്, നിങ്ങൾ ദുർമാർഗം വിട്ട് മനം തിരിഞ്ഞ് നീ അനുദപിച്ച് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. സ്തോത്രം. ലോകത്തിന്റെ മുൻപിൽ നീ എവിടാ നിൽക്കുന്നത്? ആലയത്തിനകത്ത്. ലോകത്തിന്റെ മുൻപിൽ നീ എവിടെ പോകുന്നത്? ആലയത്തിൽ ദൈവത്തെ നമസ്കരിപ്പാൻ. പക്ഷേ ആ ദൈവം നിന്നെ നോക്കി എന്നെ നോക്കി പറയുക, നിന്നിൽ ദുഷ്പ്രവർത്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ക്രൂശിലെ വചനം നമ്മെ ന്യായം തീർക്കും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. മറന്നു പോകരുത് ദൈവജനമേ. ഇതെല്ലാം ദൈവം നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് നമ്മളോട് വിളിച്ചു പറയുകയാ, നാം എല്ലാം ശരിയായി, നാം എല്ലാം ശരിയായി, ഇനി കർത്താവ് വന്നാൽ മതി, പോയാ മതി എന്ന് പറഞ്ഞിരിക്കുന്നവരാ. ഇല്ല ദൈവജനമേ, നമ്മൾ നന്നാകാൻ അനേക കാര്യങ്ങളുണ്ട്. നാം വിശുദ്ധീകരണത്തിലേക്ക് ഇനിയും കടന്നു ചെല്ലുവാനുണ്ട്. കുറച്ച് രോഗസൗഖ്യവും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും തീർക്കണം, കുറച്ച് തലമുറ നന്നാവണം, വലിയ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിൻ പേരിലാണ് നീ ആലയത്തിൽ നമസ്കരിക്കാൻ വരുന്നതെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. എന്നാൽ ആ ക്രൂശിലെ വചനത്തിൽ നീ ശക്തിപ്പെടാനാണെങ്കിൽ നിന്നിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ദുന്മാർഗം വിട്ട് നീ തിരിയണം. ഇവരെല്ലാം കൂടെ ചേർന്ന് കേട്ടപ്പോൾ ഹല്ലേലൂയ യിരെമ്യാവിനെ പിടിച്ചു കെട്ടുവാൻ ശ്രമിക്കുകയാണ്, ഇവനെ കൊല്ലണം. ഹല്ലേലൂയ. 8-ാം വചനത്തിൽ വായിച്ചു നോക്കിക്കേ. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു. നീ മരിക്കണം നിശ്ചയം. സത്യം വിളിച്ചു പറഞ്ഞാൽ, ക്രൂശിന്റെ വചനം വിളിച്ചു പറഞ്ഞാൽ നിന്നെ പിടിച്ചു കെട്ടും. ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. നീ മരിക്കണം നിശ്ചയം. മരണശിക്ഷ വിധിക്കുകയാണ് യിരെമ്യാവിന്. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധീകരണവും നിന്റെ നീതീകരണവും നീ ദൈവത്തിന് പ്രസാദമാകണം. അതുകൊണ്ട് നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ അനുദപിച്ച് ഏൽപ്പിക്കണമെന്നുള്ള പ്രസംഗം ഇഷ്ടപ്പെടുകയില്ല. സ്തോത്രം. യിരെമ്യാവിനോട് പറയാണ്, നീ മരിക്കണം നിശ്ചയം. ഹല്ലേലൂയ. 13-ാം വചനത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പീൻ. യിരെമ്യാവ് നിർത്തിയില്ല, വീണ്ടും പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കണം, നിങ്ങളുടെ പ്രവൃത്തി നന്നാക്കണം, നിങ്ങളുടെ നടപ്പ് നന്നാക്കണം. ഇന്ന് പകൽക്കാലം സയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രിയിലുള്ള ദൈവജനത്തോടും പ്രസംഗിക്കുന്ന എന്നോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുവെന്ന്. എന്റെ സമയമെടുത്തു. മനുഷ്യപുത്രന്റെ കാൽ ഹല്ലേലൂയ വാതിൽക്കൽ നിൽക്കുന്നു. അവൻ ഏത് നിമിഷവും വരാം. അതിനു മുൻപേ പ്രവൃത്തി നന്നാക്കണം, നടപ്പ് നന്നാക്കണം. ക്രൂശിന്റെ വചനം നിന്റെ പ്രവൃത്തിയും നടപ്പും നന്നാക്കുന്നതാ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത് കേട്ട ഹല്ലേലൂയ യിരെമ്യാവ് പറയുന്ന ഒരു വാക്കുണ്ട്. 15-ാമത്തെ വചനത്തിൽ പറയുന്നു, എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ. യിരെമ്യാവിന്റെ ധൈര്യം നോക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തുമെന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ കേൾക്ക, ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കലായി അയച്ചിരിക്കുന്നു. സത്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആലയത്തിൽ നമസ്കരിക്കാൻ വന്ന ദൈവജനമേ, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാൻ വന്ന ദൈവജനമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒന്നുകൂടെ പറയുവാനുണ്ട്. നിന്റെ മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ക്രൂശിലെ വചനമുണ്ടല്ലോ, നിന്റെ മുഖത്തെ ലജ്ജയെടുത്തു മാറ്റുന്ന ക്രൂശിലെ വചനമുണ്ട് ല്ലോ. ഹല്ലേലൂയ. നിന്റെ മുഖത്ത് വിളറിപ്പോകാതെ വണ്ണം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ക്രൂശിലെ വചനമുണ്ടല്ലോ. അത് നിന്റെ നടപ്പും പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
നിന്റെ നടപ്പും പ്രവൃത്തിയും നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതും നന്നാക്കിക്കൊണ്ട് നമ്മൾ അനുനിമിഷം മുന്നോട്ട് പോയാൽ ഇത് ദൈവശക്തിയായി, രക്ഷയായി, നിത്യജീവനായി, ദൈവത്തിന്റെ വാസസ്ഥലത്തിലെ നക്ഷത്രങ്ങളായി പ്രകാശിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുമ്പോൾ, ഇതാ ദൂത് വിളിച്ചു പറഞ്ഞ യിരെമ്യാ പ്രവാചകൻ പറയുകയാ, നീ ഒരു കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലൊക്കെയും ചൊരിയുകയാണ്. നമ്മുടെ കർത്താവിന്റെ രക്തം അങ്ങനെയല്ല ചൊരിഞ്ഞത്, എന്നാൽ അത് നമുക്ക് ദൈവശക്തിയും രക്ഷയുമായി മാറി. അവിടെ അതിന്റെ അവസാന വചനം 24-ാം വചനത്തിൽ പറയുന്നു, എന്നാൽ യിരെമ്യാവേ, ജനത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊല്ലാതിരിക്കേണ്ടതിന് ശാഫാന്റെ മകനായ അഹീക്കാം അവന് പിന്തുണയായിരുന്നു. തന്റെ ജനത്തിന് പിന്തുണയായിരിക്കുന്നതേ ഒരു അഹീക്കാമിനെ ഹല്ലേലൂയ കൊന്നുകളയാതിരിപ്പാൻ, നിന്നെ എന്നെയോ ശത്രു കൊന്നുകളയാതിരിപ്പാൻ, ഹല്ലേലൂയ സ്തോത്രം, പ്രവൃത്തിയും നടപ്പും നന്നാക്കി ദൈവമിൻ മുൻപാകെ കുറ്റമില്ലാത്തവരായി നിൽക്കുവാൻ നമ്മളെ തന്നെ നിർത്തുകയാണെങ്കിൽ, യിരെമ്യാവിന് പിന്തുണയായി ഒരു അഹീക്കാമിനെ എഴുന്നേൽപ്പിച്ചതുപോലെ നിന്നെയും എന്നെയും പിന്തുണ ചെയ്യുവാൻ തക്കവണ്ണം ഒരു അഹീക്കാം എന്ന പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് എഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ നമ്മെ അവൻ ഹല്ലേലൂയ കരുതി സൂക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുക. സ്തോത്രം. നിന്നെ പരിഹസിക്കുന്ന നിഷ്കണ്ടകൻ, നിന്നെ ലജ്ജിപ്പിക്കുവാൻ നിൽക്കുന്ന പരിഹാസിയുടെ മധ്യത്തിൽ നിനക്കൊരു പിന്തുണ, നിന്നെ കൊന്നുകളയത്തക്കവണ്ണം നിന്നോട് ക്രുദ്ധിക്കുന്നവരുടെ മുമ്പിൽ നിനക്കൊരു പിന്തുണ, ഒരു അഹീക്കാമിനെ പരിശുദ്ധാത്മാവെന്ന അഹീക്കാമിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. പ്രിയ അഭിഷിക്ത ദാസനോട് വിളിച്ചു പറയുകയാണ്, സുവിശേഷത്തിന് നിമിത്തം നിനക്കെതിരായി ഹല്ലേലൂയ ഒരു കൂട്ടം എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഹല്ലേലൂയ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കേണ്ടതിന് നിനക്ക് പിന്തുണയായി ഒരു അഹീക്കാമിനെ സ്വർഗം നിന്നോടൊപ്പം കരുതിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുകയാ. യിരെമ്യാവിനെ പോലെ വന്ന് ഹല്ലേലൂയ സ്തോത്രം ധൈര്യത്തോടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ വിളിച്ചു പറയുക, ഹല്ലേലൂയ എന്നെ ദൈവമയച്ചതാ, ഇസ്രായേലിന്റെ പരിശുദ്ധനയച്ചതാ എന്ന് പറയുവാനുള്ള ദൈവിക ശക്തി ക്രൂശിന്റെ വചനത്തിലുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, ഹല്ലേലൂയ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. ഹല്ലേലൂയ. റിബറമന ശാന്തരേദന. ലോകത്തിന്റെ ജ്ഞാനികളുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കിക്കൊണ്ട്, അവരുടെ ഹല്ലേലൂയ ബലവാന്മാരുടെ ബലത്തെ ദുർബലമാക്കിക്കൊണ്ട്, നിന്റെയും എന്റെയും മരുഭൂമിയുടെ അവസ്ഥയെ ദുദ്യാനമാക്കിക്കൊണ്ട്, ഹല്ലേലൂയ നമ്മുടെ അന്ധതകളെയും ഇരുളുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ പരിഹസിക്കുന്നവൻ വരും നമ്മളോട് മനസാക്ഷി കാണിക്കാതെയും നമ്മളെ തകർത്ത് കളയുവാൻ നോക്കുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിൽ നമ്മളെ ലജ്ജിപ്പിച്ചു കളയാതെ, നമ്മുടെ മുഖം വിളറിപ്പോകുവാൻ ചെയ്യാതെ നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അത് ക്രൂശിന്റെ വചനത്താൽ ആ ഉയർപ്പിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ തന്നെ നാം ഈ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, ഈ ക്രൂശിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ, ഇവനെ പിടിച്ചുകെട്ടിവൻ മരിക്കണം നിശ്ചയം, ഇവളെ പിടിച്ചുകെട്ടിവൾ മരിക്കണം നിശ്ചയമെന്ന് പിടിച്ചുകെട്ടുമ്പോൾ നിനക്ക് വേണ്ടി ഒരു പിന്തുണയായി ഇറങ്ങി വരുന്ന ഒരു അഹീക്കാം. നീ മറന്നു പോകരുത്. ഒരു അഹീക്കാമിനെ നിനക്ക് വേണ്ടി സ്വർഗം കരുതിയിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളയുന്ന ദൈവം ഇന്ന് പകൽകാലം ചിലതിന്റെ കയറുകളെ അറുത്തു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പിന്തുണയായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ ജനത്തെ വിടുവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുവാൻ സാധിക്കും? ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമോ? ഇന്ന് കർത്താവിനോട് പറയാം, അപ്പാ ക്രൂശിന്റെ വചനത്തിന്റെ മുൻപിൽ എന്റെ കുറ്റങ്ങളെ ഞാൻ ഏറ്റു